വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഇത്തിരി ചായ തരാൻ. ഓള് പറയാ ഞാൻ മജ്‌ലിസിലാ കുറച്ച് കഴിയട്ടെ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവ് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോൾ ഓൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? പറയടോ എന്തിരിക്കുക? ഞാൻ മജ്‌ലിസിലിരിക്കാന്ന്. അത് ഏത് മജ്‌ലിസാന്ന് എനിക്ക് തിരിയാത്ത. സ്വന്തം ഭർത്താവിന് ആ മജ്‌ലിസ് കെട്ടില്ല എന്ന് പറഞ്ഞ് നീ നരകത്തിൽ പോകില്ല. ഈ ഭർത്താവിന്റെ പൊരുത്തില്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല പെങ്ങളെ. അത് അങ്ങനൊന്നും വഴുത് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും ആരും വഴുതും കേൾക്കരുത്. ഇത് എന്റെ വഴുതാണെങ്കിലും ഒട്ടും കേൾക്കരുത്. അങ്ങനെയൊന്നും കേൾക്കാൻ പാടില്ല. ഈ പണ്ടാരം ഫോൺ അങ്ങോട്ട് ഓണാക്കി അങ്ങോട്ട് വെക്കും. ഉസ്താദ് ലൈവി തുടങ്ങും, നീ കറി വെക്കും, ചോറ് വെക്കും, ഓടിച്ചാടി നടക്കും, തലയിൽ പോണും തുണിയിടൂല. അങ്ങനെ വഴുത് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജോലി എല്ലാം കഴിഞ്ഞ് പാട്ടല്ല വഴുത്. പാട്ട് കേൾക്കുന്നത് പോലെ വഴുത് കേൾക്കരുത്. അത് അനുസരണയോടെ അതിന്റെ അദബും മര്യാദയോടുകൂടി നീ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അതെടുത്ത് വെച്ച് കേക്ക്. അത് നല്ല കാര്യം. ഒറ്റ വഴുത് കേട്ടിട്ട് നന്നായ പെണ്ണിന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. ആസിയ ബീവി ഒറ്റ വഴുത് കേട്ടുള്ളൂ. ഈ ഇരിക്കണ പെണ്ണുങ്ങളോ രാവും പകലും വഴുതാണ്. ഓൺലൈനിലൂടെ രാവും പകലും. ഞാൻ കോഴിക്കോട് ഭാഗത്ത് ഒരു വഴുതിന് പോയപ്പോ ഒരു വാപ്പ എന്നോട് ചോദിച്ചു, നിങ്ങളാ പ്രസംഗിക്കണ ആളല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, അയാളൊരു കഥ പറഞ്ഞു എനിക്ക്. അദ്ദേഹം രാവിലെ 5 മണിക്ക് എങ്ങാണ്ട് എഴുന്നേറ്റ് 4:30 എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോയി. പെങ്ങന്മാര് വെക്കാൻ പറയാട്ടാ. ആ വാപ്പ രാവിലെ പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ച് ഇത്തിരി ദിക്റും ദുആ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. നടന്ന സാധു വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഇത്തിരി ചായ തരാൻ. ഓള് പറയാ ഞാൻ മജ്‌ലിസിലാ കുറച്ച് കഴിയട്ടെ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നേരം വെളുത്തപ്പോ 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിച്ച് നടന്ന് വീട്ടിൽ വന്ന് തന്റെ ഭർത്താവ് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോൾ ഓൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? പറയടോ എന്തിരിക്കുക? ഞാൻ മജ്‌ലിസിലിരിക്കാന്ന്. അത് ഏത് മജ്‌ലിസാന്ന് എനിക്ക് തിരിയാത്ത. സ്വന്തം ഭർത്താവിന് ആ മജ്‌ലിസ് കെട്ടില്ല എന്ന് പറഞ്ഞ് നീ നരകത്തിൽ പോകില്ല. ഈ ഭർത്താവിന്റെ പൊരുത്തില്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല പെങ്ങളെ. അത് അങ്ങനൊന്നും വഴുത് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും ആരും വഴുതും കേൾക്കരുത്. ഇത് എന്റെ വഴുതാണെങ്കിലും ഒട്ടും കേൾക്കരുത്. അങ്ങനെയൊന്നും കേൾക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഫർദയും ഇട്ട് ഹിജാബ് ഇട്ട് അനുസരണയോടെ അദബ് മര്യാദയോടുകൂടി നിങ്ങൾ ഇവിടെ ഇരുന്ന് വഴുത് കേൾക്കുന്നു. എന്നാൽ നിങ്ങൾ രാവിലെ നാളെ മുതൽ ഇപ്പൊ സ്കൂളും കൂടെ തുറക്കാൻ തുടങ്ങി. ഈ പണ്ടാരം ഫോൺ അങ്ങോട്ട് ഓണാക്കി അങ്ങോട്ട് വെക്കും. ഉസ്താദ് ലൈവി തുടങ്ങും, നീ കറി വെക്കും, ചോറ് വെക്കും, ഓടിച്ചാടി നടക്കും, തലയിൽ പോണും തുണിയിടൂല. അങ്ങനെ വഴുത് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജോലി എല്ലാം കഴിഞ്ഞ് പാട്ടല്ല വഴുത്. പാട്ട് കേൾക്കുന്നത് പോലെ വഴുത് കേൾക്കരുത്. അത് അനുസരണയോടെ അതിന്റെ അദബും മര്യാദയോടുകൂടി നീ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അതെടുത്ത് വെച്ച് കേക്ക്. അത് നല്ല കാര്യം. നിന്റെ ഭർത്താവിന് വേണ്ടത് കൊടു, നിന്റെ മക്കൾക്ക് വേണ്ടത് കൊടു. അതല്ലാതെ ഒന്നും നോക്കാതെ വഴുത് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. വഴുത് കേട്ടാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്ന നന്മ അമല് ചെയ്യണമെന്നാണ്. ചുമ്മാതെ കുറെ അറിവ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, അള്ളാഹുവിനോട് പറയാറുണ്ട്, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല. അവർക്ക് പഠിച്ച ഇൽമു കൂടെ പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ കേട്ട അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെയ്യാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കപ്പോ ഉസ്താദ് വഴുത് പറയുന്നില്ലേ? ഉസ്താദ് നിങ്ങൾ വഴുത് പറയണില്ലേ? ഞാൻ വഴുത് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. നിങ്ങളത് ഒരിക്കലും വിചാരിക്കണ്ട. നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴുത് പറയുന്നത്. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. 40 പേര് കൂടുതലുണ്ട്. ആരുടെങ്കിലും ഒരാളുടെ ആമീൻ മതി ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ അതാ, അല്ലാതെ വേറെ നിങ്ങൾ എങ്ങനെയൊന്നും കരുതരുത്. ഈ ഇരിക്കണ ഉസ്താദ്മാരൊക്കെ എന്നെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് എത്ര കൊല്ലായെന്നാ പറഞ്ഞു? 4 പതിറ്റാണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വാപ്പാടെ വാരിയിലെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഉസ്താദ് പഠിക്കാതെ 40 കൊല്ലം എന്നൊക്കെ പറയുമ്പോ നാലിശയ്ക്ക്. അപ്പൊ അള്ളാഹു അവരുടെയൊക്കെ ഖിദ്മത്തുകൾ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എടോ അള്ളാഹു ഹൃദയത്തിനകത്ത് കേറിയ പേടി മാറി, ഭയം മാറി, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും. നമ്മുടെ സർവ്വ കാര്യങ്ങളിലും, നമ്മുടെ പ്രവർത്തനങ്ങൾ സർവ്വതിലും നമുക്ക്. നിങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ ഈ യൂസുഫ് നബി സുലൈഖ എന്ന് പറയുന്ന ഒരു മഹദിയുടെ ചരിത്രം വായിക്കുക. പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സുലൈഖയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കണം. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട്, യൂസുഫ് എന്റെ ആഗ്രഹം സാധിപ്പിച്ചതാടാ എന്ന് യാചിച്ചവളാണ് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ. അപ്പൊ പറയും ഉസ്താദെ കയറി പിടിച്ചു എന്നൊക്കെ. എന്നാ അതിനപ്പുറം വേറെ ഒന്നുണ്ട് പെങ്ങളെ. ഈ സുലൈഖ അങ്ങനെ കയറി പിടിച്ചെങ്കിലും അത് സമ്മതിച്ചില്ല. യൂസുഫ് നബി അവസാനം ജയിലിലായി, വർഷങ്ങളോളം ജയിലിൽ കിടന്നു, പിന്നെ മോചിതനായി, പിന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഈ സുലൈഖയെ യൂസുഫ് നബി വിവാഹം കഴിച്ചു. ഈ കേറിപ്പിടിച്ച സുലൈഖയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഖ വലിയ സഹകരണമൊന്നുമില്ല. ഒരു ഭാര്യയും ഭർത്താവും അല്ലേ, വലിയ നല്ലപോലെ സഹകരിക്കുന്നൊന്നുമില്ല. അപ്പൊ യൂസുഫ് നബി സുലൈഖയോട് ചോദിച്ചു, സുലൈഖ, അള്ളാഹു ഹറാമാക്കിയ സമയത്ത് എന്നെ നീ കേറി പിടിച്ചവളാ, ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിരിക്കുന്നു, നീ എന്തേ എന്റെ അടുക്കല് സഹകരിക്കാത്തത്? സുലൈഖ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫെ, അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. അന്നെന്റെ ഹൃദയം മുഴുവനും നിന്നോടുള്ള പ്രേമമായിരുന്നു, പ്രണയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേറി പിടിച്ചേ. ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല, അള്ളയാ. ഇന്നെന്റെ ഹൃദയം മുഴുവനും അള്ളയാ. ആ അള്ളയായത് കൊണ്ടാണ് പടച്ചവനെ എനിക്കിന്ന് നിന്നോട് സഹകരിക്കാൻ കഴിയാതെ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആരാണെന്ന് മനസ്സിലാക്കിയവരാണ് ഈ മഹാന്മാര്. നമ്മളും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കേറിയ പേടി നഷ്ടപ്പെടുകയാണ്, ഭയം നഷ്ടപ്പെടുകയാണ്.